കേരളത്തിൽ പാർക്കുന്ന നമുക്ക് എല്ലാവർക്കും നന്നായി അറിയാവുന്ന ഒരു കാര്യമുണ്ട്. കേരളത്തിൽ ക്രൈസ്തവരുടെ എണ്ണം ക്രമാനുഗതമായി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതേസമയം തന്നെ ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്നവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു. പ്രത്യക്ഷത്തിൽ നമുക്കിത് പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു കാര്യം പത്തനംതിട്ട ജില്ലയിലെ ജനസംഖ്യയിൽ ഉണ്ടായിരിക്കുന്ന മാറ്റമാണ്. അതുകൊണ്ട് സംഭവിക്കുന്നത് പത്തനംതിട്ട ജില്ലയ്ക്ക് നേരത്തെ ഉണ്ടായിരുന്ന നിയമസഭാ മണ്ഡലങ്ങൾ ഇല്ലാതെയാകുന്നു. അതേസമയം മലപ്പുറം ജില്ലയിൽ, പ്രത്യേകിച്ച് മുസ്ലിം ഭൂരിപക്ഷ മേഖലയായ മലപ്പുറം ജില്ലയിൽ ജനസംഖ്യയിൽ അഭൂതപൂർവമായ വർധനവുണ്ടാകുന്നു. അതുകൊണ്ട് മലപ്പുറം ജില്ലയിൽ പുതിയ നിയമസഭാ മണ്ഡലങ്ങൾ ഉണ്ടാകുന്നു. ഇത് കേരളത്തിൻ്റെ രാഷ്ട്രീയ മതപരമായ നിലയിൽ നമ്മൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഉദാഹരണമാണ്. ഇത് കേരളത്തിൽ മാത്രം സംഭവിക്കുന്ന കാര്യമല്ല, ലോകം മുഴുവൻ ഇതുതന്നെയാണ് സംഭവിക്കുന്നത്. ഇസ്ലാം മതം അതിവേഗം വളർച്ച പ്രാപിക്കുന്നു. ക്രിസ്തീയ വിശ്വാസികളുടെ എണ്ണം ക്രമാനുഗതമായി കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. നമുക്ക് പുതിയ കണക്കുകളിലേക്ക് പ്രവേശിക്കാം. പ്യൂ റിസർച്ച് ലോകമെങ്ങുമുള്ള 2700-ലധികം സെൻസസുകളെ അനലൈസ് ചെയ്തിട്ട് ഏറ്റവും പുതിയ കണ്ടെത്തലുകൾ ഈ സമീപ ദിവസങ്ങളിൽ പുറത്തിറക്കി. അതനുസരിച്ച് 2010 മുതൽ 2020 വരെയുള്ള കാലഘട്ടത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ മതം, ഏറ്റവും കൂടുതൽ വിശ്വാസികളുള്ള മതം ക്രൈസ്തവ മതം തന്നെയാണ്. എന്നാൽ ആഗോളതലത്തിൽ ഉണ്ടാകുന്ന ജനസംഖ്യയുടെ വർധനവിനൊപ്പം ക്രിസ്തുമത വിശ്വാസികളുടെ എണ്ണത്തിൽ വളർച്ച ഉണ്ടാകുന്നില്ല. അതേസമയം ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന മതമായ ഇസ്ലാം ലോക ജനസംഖ്യയിൽ ക്രമാനുഗതമായി തങ്ങളുടെ പങ്കാളിത്തം വർദ്ധിപ്പിച്ചു കൊണ്ടുവരുന്നു എന്നും കണക്കുകൾ വ്യക്തമാകുന്നു. ക്രിസ്ത്യാനികളുടെ മൊത്തത്തിലുള്ള എണ്ണം ഈ കാലയളവിൽ 2.3 ബില്യനായി വർദ്ധിച്ചിട്ടുണ്ട്. അതായത് 230 കോടി ജനങ്ങളാണ് ഇപ്പോൾ ലോകത്തിൽ ക്രൈസ്തവരായിട്ടുള്ളത്. 2010 അത് 220 കോടി മാത്രമായിരുന്നു. അങ്ങനെ ഒരു 10 കോടിയുടെ വർധനവ് ഈ 10 വർഷത്തെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഈ കാലഘട്ടത്തിലുണ്ടായ ജനസംഖ്യാ വളർച്ചയുമായി താരതമ്യം ചെയ്യുമ്പോൾ ക്രിസ്തീയ വിശ്വാസികളുടെ എണ്ണത്തിൽ 1.8% കുറവാണ് ഉണ്ടായിരിക്കുന്നത്. അതായത് ആകെയുള്ള ലോക ജനസംഖ്യയിൽ ഇപ്പോൾ ക്രിസ്ത്യാനികൾ 28.8% മാത്രമാണ്. നേരത്തെ ഇത്, അതായത് 10 വർഷം മുമ്പ് 31%. അതേസമയം മുസ്ലിം വിശ്വാസികളുടെ അംഗസംഖ്യ 1.8% വർദ്ധിച്ച് 25.6% ഉയർന്നിരിക്കുന്നു. 2010 ഇത് 160 കോടിയായിരുന്നെങ്കിൽ ഇപ്പോൾ 180 കോടിയായി മാറിയിരിക്കുന്നു. അതായത് ഇതേ കാലഘട്ടത്തിൽ 20 കോടി ആളുകളാണ് വർദ്ധിച്ചിരിക്കുന്നത്. 10 വർഷത്തെ കാലയളവിൽ എങ്ങനെയാണ് ഇത്രയും നാടകീയമായ ഒരു മാറ്റം ഉണ്ടായത് എന്ന് പ്യൂ റിപ്പോർട്ടിൻ്റെ മുഖ്യ രചയിതാവായ കോൺറാഡ് ഹാക്കറ്റ് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഇപ്രകാരം പറയുന്നു: ഇപ്പോൾ മുസ്ലിം ക്രിസ്ത്യൻ ജനസംഖ്യ തമ്മിലുള്ള വ്യത്യാസം വളരെയധികം കുറഞ്ഞിരിക്കുന്നു. മറ്റേതൊരു പ്രധാന മതത്തെക്കാളും വേഗത്തിൽ മുസ്ലിങ്ങൾ വളർച്ച പ്രാപിക്കുന്നു. കുറച്ചുകൂടെ വിശദാംശങ്ങൾ നമുക്ക് പരിശോധിക്കാം. ക്രിസ്ത്യാനികൾ എവിടെയൊക്കെ കുറയുന്നു, അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? മുസ്ലിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ വളരെ പെട്ടെന്ന് വളർന്നു വരുന്നത്? പഠനമനുസരിച്ച് ക്രിസ്ത്യാനികൾ ഇപ്പോൾ ഏറ്റവും കൂടുതലുള്ളത് ആഫ്രിക്കൻ വൻകരയിലാണ്. ഏകദേശം 31% ക്രൈസ്തവരും ആഫ്രിക്കയിലാണുള്ളത്. നേരത്തെ ഇത് യൂറോപ്പിലായിരുന്നു ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നത്. ആഫ്രിക്കയിലെ ഉയർന്ന ജനന നിരക്ക്, യുവജനങ്ങളുടെ എണ്ണത്തിലുള്ള കൂടുതൽ തുടങ്ങിയ പല കാരണങ്ങൾ ആഫ്രിക്കയിൽ ക്രൈസ്തവരുടെ എണ്ണം കൂടുവാൻ കാരണമായിട്ടുണ്ട്. യൂറോപ്പിലാണ് ക്രിസ്തീയ വിശ്വാസികളുടെ എണ്ണത്തിൽ ഏറ്റവും കൂടുതൽ കുറവ് ഈ കാലഘട്ടത്തിൽ രേഖപ്പെടുത്തിയത്. ഏകദേശം 9% കുറവാണ് ക്രിസ്ത്യാനികളുടെ എണ്ണത്തിൽ യൂറോപ്പിൽ ഉണ്ടായിരിക്കുന്നത്. അതിന് പല കാരണങ്ങളുണ്ട്. ജനന നിരക്ക് വളരെയധികം യൂറോപ്പിൽ കുറഞ്ഞിരിക്കുന്നു. വാർദ്ധക്യത്തിലുള്ള ആളുകളുടെ എണ്ണം വളരെ കൂടുതലാണ്. കുടുംബ ജീവിതത്തോട് ജനങ്ങൾക്കുള്ള താല്പര്യം കുറഞ്ഞിരിക്കുന്നു. ഇങ്ങനെ പല ഘടകങ്ങൾ അതിലുണ്ട്. കൂടാതെ യൂറോപ്പിൽ ക്രിസ്ത്യാനികൾക്കിടയിൽ വലിയ തോതിൽ മതപരമായ താല്പര്യം നഷ്ടമാകുകയും ലക്ഷക്കണക്കിന് ആളുകൾ തങ്ങൾക്ക് മതവിശ്വാസം ഇല്ലെന്ന് തുറന്നു പറയുകയും ചെയ്തിരിക്കുന്നു. ഇതെല്ലാം യൂറോപ്പിലെ ക്രൈസ്തവരുടെ എണ്ണത്തിൽ ഭീമമായ ഇടിവുണ്ടാകുവാൻ കാരണമായി തീർന്നു. 2020 ലോക ജനസംഖ്യയുടെ ഏകദേശം 1/4 പേർ, അതായത് കൃത്യമായി പറഞ്ഞാൽ 24.2% ആളുകൾ ഒരു മതവുമായി ബന്ധമില്ലെന്ന് തുറന്നു പറയുന്ന ആളുകളാണ്. 2010 ഇത് 1% കുറഞ്ഞ് 23.3% മാത്രമായിരുന്നു. ഈ കണക്കിനകത്തൊരു
കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചൈന കൂടെ ഉൾപ്പെടുന്ന ഒരു കണക്കാണിത്. ചൈനയിലെ ആളുകൾക്ക് മതവിശ്വാസം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് പുറത്തു പറയുവാൻ പറ്റാത്തത് കൊണ്ടും കണക്കിൽ അത് പ്രതിഫലിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് ചൈന ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം കൂടി ആയതുകൊണ്ട് ആ കണക്ക് വളരെ വലുതായി നമുക്ക് പെട്ടെന്ന് തോന്നുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി ഇപ്പോൾ ലോകത്തിലുള്ള രാജ്യങ്ങളിൽ 120 രാജ്യങ്ങളാണ് ക്രിസ്ത്യൻ ഭൂരിപക്ഷ രാജ്യങ്ങളായിട്ടുള്ളത്. നേരത്തെ അത് 124 രാജ്യങ്ങളായിരുന്നു. ഓസ്ട്രേലിയയിലാണ് ക്രിസ്ത്യാനികളുടെ എണ്ണത്തിൽ ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഇടിവുണ്ടായത്. ഏകദേശം 20% ആളുകൾ ക്രൈസ്തവ വിശ്വാസം ഉപേക്ഷിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ജനസംഖ്യയിൽ അങ്ങനെ പ്രതിഫലിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. യൂറോപ്യൻ രാജ്യങ്ങളായ ഫ്രാൻസ്, ബ്രിട്ടൻ, സ്വീഡൻ, ജർമ്മനി എന്നിവയെല്ലാം ഒരു കാലത്ത് ക്രിസ്തീയ രാജ്യങ്ങളായി അറിയപ്പെട്ടിരുന്ന വലിയ ശക്തമായ സാന്നിധ്യമുള്ള രാജ്യങ്ങളായിരുന്നു. എന്നാൽ ഇപ്പോൾ ആ രാജ്യങ്ങളിൽ 50% താഴെ മാത്രമേ ക്രൈസ്തവരുള്ളൂ. ബ്രിട്ടനിലും ഫ്രാൻസിലും കുടിയേറ്റം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. UK ക്രിസ്ത്യാനികൾ ഇപ്പോൾ വെറും 49% മാത്രമേ ഉള്ളൂ. ഓസ്ട്രേലിയയിൽ 47, ഫ്രാൻസിൽ 46, ഉറുഗ്വേയിൽ 45. ഇങ്ങനെ പോകുന്നു 50%-ൽ താഴെയായി പോയ ക്രൈസ്തവ രാജ്യങ്ങളുടെ അവസ്ഥ. ആഗോളതലത്തിൽ എന്തുകൊണ്ടാണ് ക്രിസ്ത്യൻ ജനസംഖ്യയിൽ കുറവുണ്ടാകുന്നത്? പ്രധാനമായ കാരണം ഈ രാജ്യങ്ങളിലെല്ലാം വാർദ്ധക്യത്തിലായിരിക്കുന്ന ആളുകളുടെ എണ്ണം കൂടുതലാണെന്നുള്ളതും ജനന നിരക്ക് വളരെ കുറവാണ് എന്നുള്ളതുമാണ്. കൂടാതെ ആളുകൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, മതവിശ്വാസം ഉപേക്ഷിച്ച് തങ്ങൾക്ക് യാതൊരു മതവുമായും ബന്ധമില്ല എന്ന് തുറന്നു പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. നിലവിലും ക്രിസ്തുമതമാണ് ലോകത്തിലെ ഏറ്റവും വലിയ മതമെങ്കിലും ലോക ജനസംഖ്യയിൽ ക്രിസ്തുമതത്തെ ഇസ്ലാം മതം മറികടക്കാനുള്ള സാധ്യതയുണ്ടെന്ന് പ്യൂ റിസർച്ച് ചൂണ്ടിക്കാണിക്കുന്നു. അത് ഉടനെ സംഭവിക്കത്തില്ല. ഇപ്പോഴത്തെ പ്രവണതകൾ അനുസരിച്ചാണെങ്കിൽ 2050-ൽ 2 മതങ്ങളിലും വിശ്വസിക്കുന്നവരുടെ അംഗസംഖ്യ തുല്യമായി വരും. 2070-ഓടെ ലോക ജനസംഖ്യയിൽ ഇസ്ലാം മതം ഒന്നാമതെത്തും എന്നുള്ളതാണ് പ്യൂ റിസർച്ച് പറയുന്നത്. ഇനി മുസ്ലിങ്ങളുടെ ഈ അതിവേഗ വളർച്ചയ്ക്ക് എന്തൊക്കെയാണ് കാരണങ്ങൾ? ഒന്നാമത്തെ കാര്യം ഫെർട്ടിലിറ്റി റേറ്റ് ആണ്, ഉയർന്ന പ്രത്യുൽപാദന നിരക്ക്. മുസ്ലിം സ്ത്രീകൾക്ക് മറ്റു മതങ്ങളിലെ സ്ത്രീകളെ അപേക്ഷിച്ച് ശരാശരി കുട്ടികളുടെ എണ്ണം കൂടുതലാണ്. ഒരു മുസ്ലിം സ്ത്രീയുടെ ശരാശരി കുട്ടികളുടെ എണ്ണം 3.1 ആണെങ്കിൽ ക്രിസ്ത്യാനികളുടേത് വെറും 2.3 മാത്രമാണ്. ഇത് ജനസംഖ്യയിൽ സ്വാഭാവികമായ വർധനവിന് കാരണമാകുന്നു. മതപരമായ വിശ്വാസങ്ങളും കുടുംബ മൂല്യങ്ങളും സന്താനോൽപാദനത്തെക്കുറിച്ചുള്ള മുസ്ലിം സമുദായത്തിൻ്റെ വിശ്വാസങ്ങളുമൊക്കെ അതിനെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലാണ് എന്നുള്ളതും ഒരു പ്രത്യേകതയാണ്. രണ്ടാമത്തെ കാര്യം, യുവജനങ്ങളുടെ എണ്ണം ഇസ്ലാം മതവിശ്വാസികളിൽ കൂടുതലാണ്. മറ്റ് പല മതവിഭാഗങ്ങളെയും അപേക്ഷിച്ച് ഇസ്ലാം മതവിശ്വാസികളിൽ യുവജനങ്ങളുടെ എണ്ണം കൂടുതലായിരിക്കുന്നതിനാൽ പ്രത്യുൽപാദനക്ഷമത കൂടുതലാണ്. സ്വാഭാവികമായും പുതുതായി ജനിക്കുന്ന കുഞ്ഞുങ്ങളുടെ എണ്ണത്തിൽ അവിടെ വർധനവുണ്ടാകുന്നു. മൂന്നാമത്, മുസ്ലിം ജനസംഖ്യ വർദ്ധിക്കുന്നതിനുള്ള കാരണം കുടിയേറ്റമാണ്. യൂറോപ്പിലേക്കും മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളിലേക്കുമുള്ള കുടിയേറ്റം ഇസ്ലാം മതത്തിൻ്റെ വളർച്ചയ്ക്ക് ഒരു പ്രധാന കാരണമാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് യൂറോപ്പിലേക്കും വടക്കേ അമേരിക്കയിലേക്കുമുള്ള മുസ്ലിം കുടിയേറ്റം അവിടങ്ങളിലെ മുസ്ലിം ജനസംഖ്യ വളരെ പെട്ടെന്ന് വർദ്ധിക്കുന്നതിന് കാരണമായിട്ടുണ്ട്. കുടിയേറ്റം വഴി മുസ്ലിം ജനസംഖ്യയുടെ വർധനവ് ഒരു ചെറിയ പങ്ക് മാത്രമേ ഉള്ളൂ എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. നാലാമത്തേത് മതപരിവർത്തനമാണ്. മതപരിവർത്തനവും ജനസംഖ്യാ കണക്കെടുപ്പിൽ ഒരു ഘടകമായി വരുന്നുണ്ട്. ഒരു ചെറിയ വിഭാഗം ആളുകൾ മുസ്ലിം മതത്തിലേക്ക് മതം മാറി ചെല്ലുന്നുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. ഇനി ക്രിസ്തുമതത്തിൻ്റെ കണക്കുകൾ പരിശോധിച്ചാൽ ക്രിസ്തുമതം ഇപ്പോഴും ലോകത്തിലെ ഏറ്റവും വലിയ മതമാണെന്ന് ഞാൻ നേരത്തെ ഓർപ്പിച്ചല്ലോ. അതിൻ്റെ വളർച്ചാ നിരക്ക് ഇസ്ലാം മതത്തെ അപേക്ഷിച്ച് കുറവാണ് എന്നുള്ളതാണ് ഇപ്പോഴത്തെ കണ്ടെത്തൽ. കുറഞ്ഞ പ്രത്യുൽപാദന നിരക്കാണ് ക്രൈസ്തവ മതത്തിലെ അംഗങ്ങളുടെ എണ്ണത്തിൽ കുറവുണ്ടാകുവാൻ പ്രധാന കാരണം. പല ക്രിസ്ത്യൻ ഭൂരിപക്ഷ രാജ്യങ്ങളിലും, പ്രത്യേകിച്ച് യൂറോപ്പിലും വടക്കേ അമേരിക്കയിലും ജനന നിരക്ക് ഗണ്യമായി കുറഞ്ഞിരിക്കുന്നു. ചില രാജ്യങ്ങളിൽ ജനന നിരക്ക് മരണനിരക്കിനേക്കാൾ കുറവാണെന്നുള്ളതാണ് അപകടകരമായ കാര്യം. വാർദ്ധക്യത്തിലുള്ള ജനസംഖ്യയാണ് രണ്ടാമത്തെ കാര്യം. പല പാശ്ചാത്യ രാജ്യങ്ങളിലും ജനസംഖ്യയിൽ പ്രായമായവരുടെ അനുപാതം വളരെ കൂടുതലാണ്. ഇത് മൊത്തത്തിലുള്ള ജനസംഖ്യാ വർധനവിനെ തടയുന്നു. മതത്തെ ഉപേക്ഷിക്കുന്നവരുടെ എണ്ണം കൂടുന്നു എന്നുള്ളതാണ് യൂറോപ്യൻ രാജ്യങ്ങളിലെ ഒരു പ്രധാന പ്രശ്നം. അത് ബാധിക്കുന്നത് ക്രൈസ്തവരെയാണ്. ക്രൈസ്തവ മതത്തിൽ നിന്നാണ് ആളുകൾ കൂടുതൽ മതവിശ്വാസം ഉപേക്ഷിച്ച് പോകുന്നത്. ഇങ്ങനെ പല കാരണങ്ങളാൽ ക്രൈസ്തവരുടെ അംഗസംഖ്യയിൽ കുറവുണ്ടാകുന്നു. അവസാനമായി, ഈ ജനസംഖ്യ അടിസ്ഥാനത്തിലുള്ള ഈ പ്രവചനങ്ങളുടെയൊക്കെ പ്രാധാന്യം എന്താണ്? ഈ പ്രവചനങ്ങൾ കേവലം കണക്കുകൾ മാത്രമാണ്. എന്നാൽ ഇത് ലോകമെങ്ങുമുള്ള സാമൂഹികവും സാംസ്കാരികവുമായ മാറ്റങ്ങളെക്കുറിച്ചുള്ള ഉൾക്കാഴ്ച നമുക്ക് നൽകുന്നുണ്ട്.
ജനസംഖ്യാപരമായ മാറ്റങ്ങൾ ഭാവിയിൽ ലോകരാഷ്ട്രീയത്തിലും സാമ്പത്തിക നിലവാരത്തിലും സാമൂഹ്യ ഘടനയിലുമൊക്കെ വലിയ സ്വാധീനം ചെലുത്തുവാൻ പോവുകയാണ്. ചുരുക്കത്തിൽ ഉയർന്ന പ്രത്യുൽപാദന നിരക്ക്, യുവജനങ്ങളുടെ എണ്ണത്തിലുള്ള വർധനവ്, കുടിയേറ്റം തുടങ്ങി പല ഘടകങ്ങളാൽ ഇസ്ലാം മതം അതിവേഗം വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ക്രൈസ്തവ വിശ്വാസികളുടെ എണ്ണത്തിൽ ശതമാനക്കണക്കിൽ വലിയ ഇടിവുണ്ടാകുന്നു. ഇതാണ് യാഥാർത്ഥ്യം. നിങ്ങളുടെ മക്കൾക്ക് വിവാഹപ്രായമായോ? അവർക്കൊരു ജീവിത പങ്കാളിയെ അന്വേഷിച്ചു തുടങ്ങിയോ? നിങ്ങളെ സഹായിക്കുവാൻ ഞങ്ങൾ തയ്യാറാണ്. ഹാലലുയ മാട്രിമോണിയൽ ഏറ്റവും വിശ്വസ്തമായും ഏറ്റവും പെട്ടെന്നും നിങ്ങളുടെ മക്കൾക്ക് അനുയോജ്യമായ ദൈവഹിതപ്രകാരമുള്ള ജീവിത പങ്കാളിയെ കണ്ടെത്തുവാനുള്ള ഏറ്റവും നല്ല മാർഗമാണ്. എന്താണ് ഹാലലിയ മാട്രിമോണിയലിൻ്റെ പ്രത്യേകത? ഹാലലിയായിക്ക് എല്ലാ ദിവസവും 10-15 വാർത്തകൾ വരെ പ്രസിദ്ധീകരിക്കുന്ന ഒരു ഓൺലൈൻ സംവിധാനമുണ്ട്. ആ വാർത്തകളോട് കൂടെ നിങ്ങളുടെ മക്കളുടെ വിവാഹ പരസ്യം കൂടെ ഉൾപ്പെടുത്തുവാൻ സാധിക്കും. അങ്ങനെ ഇത് ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകളിലേക്ക് വളരെ പെട്ടെന്ന് എത്തിച്ചേരുന്നു. നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ ആലോചനകൾ തിരഞ്ഞെടുക്കത്തക്ക നിലയിൽ ധാരാളം ഫോൺ കോളുകൾ നിങ്ങൾക്ക് ലഭിക്കും. രണ്ടാമത്തെ കാര്യം, ഹാലലിയായിക്ക് കഴിഞ്ഞ 30 വർഷമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രിൻ്റ് എഡിഷനുണ്ട്. എല്ലാ മാസവും 1-ാം തീയതിയും 15-ാം തീയതിയും ഹാലലിയ പത്രം പുറത്തിറങ്ങുന്നു. ആയിരക്കണക്കിന് വരിക്കാരിലേക്ക് അതെത്തുന്നു. ഈ പത്രത്തിലും ഈ മാട്രിമോണിയൽ പരസ്യം ഞങ്ങൾ ഉൾപ്പെടുത്തുന്നു. ഈ 2 സംവിധാനത്തിലൂടെ 10,000ങ്ങളിലേക്ക് നിങ്ങളുടെ മക്കളെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ എത്തിച്ചേരുമ്പോൾ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് അനുയോജ്യമായ ആലോചനകൾ ലഭിക്കുന്നു. ദൂരെ എങ്ങും പോകണ്ട. നിങ്ങൾ ഇതോടൊപ്പമുള്ള നമ്പറിലേക്ക് നിങ്ങളുടെ മക്കളുടെ പ്രൊഫൈലും ഫോട്ടോയും അയച്ചു തരിക. ഇന്ന് തന്നെ ഇതിൽ രജിസ്റ്റർ ചെയ്യുവാൻ സാധിക്കും. വളരെ കുറഞ്ഞ ചെലവിൽ നിങ്ങളുടെ മക്കൾക്ക് അനുയോജ്യമായ വിവാഹാലോചന കണ്ടെത്തുവാൻ സാധിക്കും. അത് കേരളത്തിൽ മാത്രമല്ല, ലോകമെങ്ങുമുള്ളവർക്ക് ഈ സംവിധാനം ഉപയോഗിക്കാവുന്നതാണ്.